ADGP MR അജിത് കുമാറിനെ അടിയന്തരമായി മാറ്റണമെന്ന കടുത്ത നിലപാടിൽ CPI അന്വേഷണ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ലെന്നും രാഷ്ട്രീയ വിഷയമാണിതെന്നും പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം K പ്രകാശ് ബാബു അല്പം മുമ്പ് 24 പറഞ്ഞു. നടപടി ഒരു കാരണവശാലും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. കൂടിക്കാഴ്ച എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും K പ്രകാശ് ബാബു. ഇത് CPIയുടെ മുഴുവൻ അഭിപ്രായമാണെന്നും K പ്രകാശ് ബാബു കൂട്ടിച്ചേർത്തു. 24 എക്സ്ക്ലൂസീവ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കേണ്ടുന്ന തീരുമാനമല്ല, അത് ഗവൺമെന്റ് എടുക്കേണ്ടുന്ന തീരുമാനമാണ്. ലാൻഡ് ഓർഡറിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ളത് ഒരാവശ്യമാണ്. രാഷ്ട്രീയ വിഷയത്തിൽ അന്വേഷണ കമ്മീഷനോ അന്വേഷണ റിപ്പോർട്ടിന്റെയോ സമയം കാത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമില്ല. ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ട് തീരുമാനം എടുക്കേണ്ടതാണ്. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല, പൊതു അഭിപ്രായം. അതിൽ തുടരാൻ പാടില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ട് തുടരാൻ പാടില്ല. കൊച്ചിയിലെ നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് B ദിലീപ് കുമാർ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ ചേരുന്നു. ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ്. ഈ യഥാർത്ഥത്തിൽ CPIയിൽ ഇത് പൊതുവെയുള്ളൊരു അഭിപ്രായമാണ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോഴും അതിനെക്കുറിച്ചൊരു തീരുമാനം ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയും അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. റിപ്പോർട്ട് വരട്ടെ എന്നുള്ള നിലപാട് മാത്രമേ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളൂ. SKN ഗുഡ് മോർണിംഗ്. ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം CPI വീണ്ടും സജീവമാക്കുകയാണ്. CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ ഇന്ന് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബു ഒരു ലേഖനം എഴുതിയിരുന്നു. ഈ ലേഖനം MR അജിത് കുമാറിനെ ഈ തസ്തികയിൽ നിന്ന് മാറ്റണമെന്നതായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഗുഡ് മോർണിംഗ് വിത്ത് R ശ്രീകണ്ഠൻ നായർ ഷോയിലും ഈ നിലപാട് പ്രകാശ് ബാബു ആവർത്തിച്ചു എന്ന് മാത്രമല്ല, നിലപാട് കൂടുതൽ കടുപ്പിച്ചാണ് ഈ കാര്യത്തിൽ പറഞ്ഞത്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനൊരു അന്വേഷണ കമ്മീഷൻ ആവശ്യമില്ല. അതിൻ്റെ ഒരു റിപ്പോർട്ട്, അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നേരത്തെ 2017 TP സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നീട് സുപ്രീം കോടതി വിധിയെ തുടർന്ന് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ മാർഗരേഖ പ്രകാശ് സിംഗ് കേസിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ വിഷയത്തിൽ എന്തിനാണ് ഇങ്ങനെ അന്വേഷണത്തിന് കാത്തിരിക്കുന്നത് എന്നതാണ് K പ്രകാശ് ബാബു ഉയർത്തുന്ന ചോദ്യം. കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യം ദിലീപ്, ഒരു നിമിഷം. LDF കൺവീനർ TP രാമകൃഷ്ണൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ടെലഫോണിൽ വിളിച്ചിരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീ TP രാമകൃഷ്ണൻ. ഏതായാലും CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബു ഇക്കാര്യത്തെക്കുറിച്ച് അർത്ഥശങ്കയില്ലാത്ത വിധം അല്പം മുമ്പ് നമ്മോട് പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് തന്നെയാണ്. താങ്കളുടെ ഈ കാര്യത്തിലെ ഒരു നിലപാട് എങ്ങനെയാണ്? പ്രകാശ് ബാബുവിന്റെ നിലപാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? നിലപാട് പറഞ്ഞിട്ടില്ല. പ്രകാശ് ബാബുവിന്റെ ലേഖനത്തിൽ ഞാൻ ലേഖനം വായിച്ചിട്ടില്ല. ലേഖനത്തിൽ വന്ന അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് റിപ്പോർട്ടർ ചാനലിൽ എന്നോട് സംസാരിച്ചു. പ്രകാശ് ബാബു ഇങ്ങനെ ഇയാളെ കണ്ടതല്ലാതെ എന്തിന് കണ്ടു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം. ADGP RSS നേതാക്കളെ എന്തിന് കണ്ടു എന്നുള്ളത് അന്വേഷിക്കണം എന്നുള്ളതാണ് പിന്നെ ലേഖനത്തിൽ വന്ന പരാമർശം എന്ന് പറഞ്ഞപ്പം ആ നിലപാടിനോട് എനിക്ക് വിയോജിപ്പില്ല. ആ നിലപാടിനോട് എനിക്ക് യോജിപ്പാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കണ്ടതല്ല പ്രധാനപ്പെട്ട പ്രശ്നം, എന്തിനു കണ്ടു എന്നുള്ളത്. അത് ഗവൺമെന്റിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന പ്രശ്നമാണത്. ADGPയെ മാറ്റണോ മാറ്റണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അന്വേഷണം നടത്തി അദ്ദേഹം കുറ്റക്കാരനാണെങ്കിലാണ്. അപ്പോ അതാണ് നമ്മളത് അന്വേഷണം. താങ്കളുടെ അഭിപ്രായ പ്രകടനം ഒരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ K പ്രകാശ് ബാബു അർത്ഥശങ്കയില്ലാത്ത വിധം ആവശ്യപ്പെട്ടത് ക്രമസമാധാന പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തണമെന്ന് തന്നെയാണ്. പ്രകാശ് ബാബു പറഞ്ഞ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇന്നതാണ് എന്നുള്ളത് അവർ പറഞ്ഞപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങ് ഒരു 30 സെക്കൻഡ് സഹിച്ചാൽ അങ്ങേക്ക് ഞാൻ ഈ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം അത് മാത്രം ഒന്ന് കേൾപ്പിച്ചു തരാം. ഒന്ന് പ്ലേ ചെയ്യൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കേണ്ടുന്ന തീരുമാനമല്ല, അത് ഗവൺമെന്റ് എടുക്കേണ്ടുന്ന തീരുമാനമാണ്. ലാൻഡ് ഓർഡറിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ളത് ഒരാവശ്യമാണ്. രാഷ്ട്രീയ വിഷയത്തിൽ അന്വേഷണ കമ്മീഷനോ അന്വേഷണ റിപ്പോർട്ടിന്റെയോ സമയം കാത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമില്ല. ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ട് തീരുമാനം എടുക്കേണ്ടതാണ്. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല, പൊതു അഭിപ്രായം. അതിൽ തുടരാൻ പാടില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ട് തുടരാൻ പാടില്ല. അതായത് പറഞ്ഞിട്ട് കൂടുതൽ നേരം ആയില്ല, ഇപ്പോൾ അടുത്ത സമയത്താണ് പറഞ്ഞത്. കാരണം എന്നോട് സംസാരിക്കുമ്പോൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ TPക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? അത് ശ്രീ പ്രകാശ് ബാബു ആണ് ADGP തുടരാൻ, ക്രമസമാധാന ചുമതലയിൽ തുടരാൻ പാടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അദ്ദേഹം അതിനോടൊപ്പം ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം
ഇത് സംബന്ധിച്ചുള്ള എല്ലാ പരാതിയും ഗവൺമെന്റിന്റെ അന്വേഷണത്തിലാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവരെ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് എന്റെ നിലപാടായിട്ട് ഞാൻ പറഞ്ഞു. അല്ല, താങ്കൾ പറയുന്നത് അന്വേഷണം നടത്തി കുറ്റക്കാരനാണെങ്കിൽ മാത്രം ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയാൽ മതി, അതല്ലേ വ്യക്തമായ കാര്യം? അതൊക്കെ ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. എന്റെ അഭിപ്രായം എന്താന്ന് പറഞ്ഞാൽ ADGP കുറ്റക്കാരനാണോ അല്ലയോ അത് അന്വേഷണത്തിന്റെ ഭാഗമായി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ കർശനമായ നടപടി സ്വീകരിക്കണം. അത് സ്വീകരിക്കുമെന്നാണ് ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതാണ് എന്റെ നിലപാട്. അല്ല, അപ്പോൾ അങ്ങയുടെ ഒരു വിശ്വാസത്തിൽ ഈ ധാരണാപേശക്ക് ഉണ്ടാക്കാൻ കാര്യം അങ്ങ് ഇതിനെ അനുകൂലിക്കുന്നു എന്ന രീതിയിലുള്ളതാണ് വാർത്ത? ഞാൻ എന്റെ നിലപാട് പറഞ്ഞല്ലോ. ആ, ഇതിൽ പ്രകാശ് ബാബു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ADGPയെ ഇപ്പോഴുള്ള നിലവിലുള്ള സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയാലോ, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാലോ. ഓക്കെ, വളരെ സന്തോഷം ശ്രീ ടി. എനിക്ക് അഭിപ്രായം അല്ല ഉള്ളത്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു ശ്രീ TP രാമകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം, അദ്ദേഹത്തിന് അങ്ങനെ അഭിപ്രായമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ വീണ്ടും B. ദിലീപ് കുമാർ നമുക്കൊപ്പം ചേർന്നു. ദിലീപ് കുമാർ, താങ്കൾക്ക് തുടരാം. TP രാമകൃഷ്ണൻ്റെ അഭിപ്രായം താങ്കൾ കേട്ടല്ലോ. അദ്ദേഹം അല്പം മുമ്പ് റിപ്പോർട്ടറോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അപ്പോൾ പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്. SK രണ്ടുപേരും പറഞ്ഞ നിലപാടിൽ ഗവൺമെൻറ്റാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായും ഭരണപരമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഇടതുമുന്നണിക്കോ അല്ലെങ്കിൽ CPIM-നോ CPIക്കോ ഈ നിലയിൽ, അതായത് ADGP എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെയോ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. പക്ഷേ ഈ സംഘടനകൾക്കൊക്കെ ഒരു ശുപാർശയോ അല്ലെങ്കിൽ അഭ്യർത്ഥനയോ ഒക്കെ സർക്കാരിന് മുന്നിൽ വയ്ക്കാവുന്നതാണ്. പക്ഷേ ആ നിലയിൽ ഉള്ള അഭിപ്രായം CPI തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ RJD, അതോടൊപ്പം തന്നെ CPI തുടങ്ങിയ ഘടകകക്ഷികളൊക്കെ, NCP തുടങ്ങിയ പാർട്ടികളൊക്കെ തന്നെ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടതാണ്. അപ്പോഴാണ് മുഖ്യമന്ത്രി ആ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞത് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്, അന്വേഷണം കഴിയട്ടെ എന്ന്. അതിനാണ് K. പ്രകാശ് ബാബു ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയമായ വിഷയമാണ്, അതിലെന്തിനാണ് അന്വേഷണം? ADGP RSS നേതാക്കളുമായി ചർച്ച നടത്തുന്നു. അത് സാധാരണഗതിയിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വർഗീയ സംഘടനകളുടെ നേതാക്കളുമായൊക്കെ ചർച്ച നടത്താറുണ്ടെന്നാണ് K. പ്രകാശ് ബാബു സാധാരണ സന്ദർഭങ്ങളിൽ ചർച്ച നടത്താറുണ്ട്. അതാകട്ടെ ഈ വർഗീയ കലാപം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിയന്ത്രണ വിധേയമല്ലാതായിരിക്കുമ്പോൾ അത് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായൊക്കെ ഇത്തരത്തിലുള്ള ഉന്നത നേതാക്കളെ പോലീസ് മേധാവിമാർ കാണാറുണ്ട്. പക്ഷേ മെച്ചപ്പെട്ട ക്രമസമാധാനം നിലനിൽക്കുന്ന കേരളത്തിൽ എന്തിനാണ് അങ്ങനെ ഒരു വിഷയവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഉന്നതരായ 2 RSS നേതാക്കളെ ADGP MR അജിത് കുമാർ കണ്ടത് എന്നത് വിശദീകരിക്കണം. ആ വിശദീകരണം അത് ജനഹിതത്തിന് മേളിലാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെങ്കിൽ അത് സർക്കാരിന് ഭൂഷണമല്ലാത്ത കാര്യമാണ്, സർക്കാരിന് കളങ്കമേൽപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ADGP ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ നീക്കണമെന്നാണ് പ്രകാശ് ബാബു പറയുന്നത്. മറുവശത്താകട്ടെ സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നാണ് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ ഇപ്പോൾ 24-നോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പക്ഷേ പറഞ്ഞ കാര്യത്തിൽ, അതായത് RSSൻ്റെ ഉയർന്ന നേതാക്കളെ കണ്ട കാര്യത്തിനോട് എന്തിനാണ് കണ്ടത് എന്ന കാര്യം അത് വ്യക്തമാക്കണം എന്നതാണ് TP രാമകൃഷ്ണനും ആവശ്യപ്പെടുന്നത്. പക്ഷേ രണ്ടുപേരും നടപടികളുടെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. TP രാമകൃഷ്ണൻ CPIM-ൻ്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാടിനോട് യോജിക്കുമ്പോൾ MR അജിത് കുമാറിനെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് മാറ്റിയേ മതിയാകൂ എന്നാണ് CPIയുടെ നിലപാട്. SK. ഓക്കെ, താങ്ക് യു B. ദിലീപ് കുമാർ, നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകനാണ്, സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേർന്നത്.